ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനകീയ വാർത്താ മണിക്കൂറായ പൊതുജനം കഴുതയല്ല സർ പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള ഒരു വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞങ്ങൾ തരുന്നത്. പൊതുജനം കഴുതയല്ല സർ തുടങ്ങുന്നു. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. എല്ലാ ദിവസവും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന അനീതികൾ, നിയമലംഘനങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങൾ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ തഴയപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് ചുറ്റും കാണുകയോ നമുക്ക് ചുറ്റും സംഭവിക്കുന്നു എന്ന് അറിയുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ ആ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് നിങ്ങൾ കണ്ട ജനകീയ വിഷയങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ആശങ്കകളും പരാതികളും ഒക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 04842830 510 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിലും അയക്കാം. വാട്സാപ്പ് നമ്പർ ഇതാണ്: 6235968937 6235968937. ചുരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്താണ്. ഇപ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ കിടക്കുന്നു. അവിടെയാണ് ഒരു വെളിച്ചം വീഴുന്ന തരത്തിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല സർ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നതും വയനാട്ടിലെ ദുരന്ത ബാധിതരെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയത്തിലെ കോടതി ഇടപെടലാണ്. വയനാട് ടൗൺഷിപ്പിന് വേണ്ടി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം എന്നാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഈ നഷ്ടപരിഹാരം കുറഞ്ഞുപോയി എന്ന് അവർക്ക് തോന്നിയാൽ ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാം എന്നുമാണ് ഹൈക്കോടതി ഇന്ന് ഈ സുപ്രധാനമായ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒടുവിൽ സർക്കാരിന് മുന്നിൽ കീറാമുട്ടിയായി നിന്ന പ്രശ്നത്തിന് കോടതി ഇടപെടലിലൂടെ പരിഹാരമായിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ കോടതി അനുമതി നൽകി. നാളെ തന്നെ കളത്തിലിറങ്ങാനാണ് സർക്കാരിന് നീതിപീഠം നൽകിയിരിക്കുന്ന നിർദ്ദേശം. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിന് വിലങ്ങുതടിയായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി. അത് ഇന്നത്തോടെ പരിഹരിക്കപ്പെട്ടു. ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നഷ്ടപരിഹാരം കുറഞ്ഞെന്ന് തോന്നിയാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാരിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാം. ഏറ്റെടുക്കുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. ഒക്ടോബർ 4-ാം തീയതി നെടുമ്പാലയിലും എൽസ്റ്റോണിലുമുള്ള 2 ഭൂമികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ ജിയോ ആണ് ഇന്ന് കോടതി അംഗീകരിച്ചത്. നഷ്ടപരിഹാരമാണെങ്കിലും പുനരധിവാസമാണെങ്കിലും ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് കോടതികൾ. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നീങ്ങണം. വയനാട്ടിലെ വൈത്തിരി താലൂക്കിൽ 2 വില്ലേജുകളിലായി 143 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ നേരത്തെ തീരുമാനമെടുത്തത്. ഇതിൽ നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ 65 ഹെക്ടർ ഭൂമിയും കോട്ടപ്പടി വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് എസ്റ്റേറ്റ് ഉടമകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ടായി നൽകുകയും വേണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും ബോണ്ടിന്മേലുള്ള അവകാശം. ടൗൺഷിപ്പിന്റെ ഭാഗമായി
1210 കുടുംബങ്ങളെ പ്രദേശത്ത് പുനരധിവസിപ്പിക്കും. പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയടക്കം കൈവിട്ടു പോകുമെന്നതിനാൽ എസ്റ്റേറ്റ് ഉടമകൾ വെറുതെ ഇരിക്കാൻ വഴിയില്ല. നിയമപോരാട്ടവും പുനരധിവാസവും സർക്കാരിന് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഈ വൈകിയ വേളയിലെങ്കിലും അതിനുള്ള ആർജവം സർക്കാർ കാട്ടിയേ തീരൂ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ബിജു BK എന്ന പ്രേക്ഷകൻ യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. പലതവണ മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ വാട്സാപ്പ് നമ്പർ കിട്ടുന്നില്ലല്ലോ എന്നാണ്. ഞാൻ ഒരുപാട് വാട്സാപ്പ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ബിജു പറയുന്നു. ബിജു, ആ വാട്സാപ്പ് നമ്പറിൽ കിട്ടും. 6235968937 ഇതാണ് വാട്സാപ്പ് നമ്പർ. ബിജു ഒരിക്കൽ കൂടി ആലോചിച്ചോളൂ. 6235968937 ഈ നമ്പറിലേക്ക് ബിജു വാട്സാപ്പ് അയക്കൂ. അത് നിങ്ങൾക്ക് വാർത്തയാകാം, അതല്ലെങ്കിൽ ദൃശ്യങ്ങളാകാം. ഞങ്ങൾ അതിന് അർഹമായ പരിഗണന നൽകുന്നതുമായിരിക്കും. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ എത്രയോ തവണ ദൃശ്യങ്ങളിലും ഒക്കെ കണ്ടതാണ്. സർക്കാർ ആകട്ടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുകയും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ ടൗൺഷിപ്പിന് സർക്കാർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്താണ് ഇവിടെ ഈ എസ്റ്റേറ്റ് ഉടമകളൊക്കെ കോടതിയെ സമീപിച്ചത്. അവിടെ കോടതി പറഞ്ഞത് പൊതു ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള പൂർണ്ണമായ അവകാശം സർക്കാരിനുണ്ട് എന്ന് കോടതി ഇന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കയ്യിൽ നിന്ന് പോകുമോ എന്ന ആശങ്കയും ഒരുപക്ഷെ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് കാണും. അവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും നേരത്തെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്ത പോലെ ആർജവത്തോടുകൂടി നടപടി സ്വീകരിക്കാനും ഒക്കെ സർക്കാരിന് കഴിയുന്ന ഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട ഒരു ജനത അവിടെയുണ്ട്. അവരുടെ പുനരധിവാസം, അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതിനുവേണ്ടി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ അത് ആർജവത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ പിന്തുണയുണ്ടാകും. നമുക്ക് വയനാട്ടിലെ ജനങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ, കാരണം അവരെല്ലാം വളരെ ആശങ്കയിൽ കഴിയുകയാണ്, എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എന്നത് സംബന്ധിച്ചൊക്കെ അവർക്ക് വലിയ സംശയങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ ഇതെങ്ങനെ കാണുന്നു എന്നുകൂടി നമുക്ക് നോക്കണം. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം എന്ന ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് ഏറെ ആശ്വാസവും ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും അവർക്ക് നൽകുന്നുണ്ട്. നാളെ മുതൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താമെന്ന ഉത്തരവ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം. ഇപ്പോൾ ആക്ഷേപിച്ചവർക്ക് വരെ ഒരു ബദൽ രീതി ഉണ്ടായതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന്. ആ ഉത്തരവ് പ്രകാരം നാളെ മുതൽ തന്നെ സർക്കാർ ഈ എസ്റ്റേറ്റുകളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് അനുകൂലമായി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം സർക്കാർ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് പല പ്രചാരവേലി ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോടതി ഉത്തരവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഗവൺമെൻറ് അവരെ പുനരധിവസിപ്പിക്കുക, അവരുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടായി കൊടുക്കുമെന്നുള്ള സംശയമൊന്നുമില്ല. വാടക കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സൗജന്യമായിട്ട് താമസിപ്പിച്ചവർ വരെയുണ്ട്. അവർക്ക് അവരെ വാടകയും കാര്യം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഒരു ശ്രുതിക്ക് മാത്രം ഒരു ജോലി എടുത്തതിനെ കൊണ്ട് എല്ലാവരും കൂടി കാര്യം നടക്കുന്നില്ല. അതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് ശ്രുതിക്ക് കൊടുക്കേണ്ട അറിയപ്പെട്ടാണ് കൊടുത്തു, അവൾ ജീവിച്ചു പോകുന്നുണ്ട്. അതിന് നല്ല കാര്യമാണ് സർക്കാർ ചെയ്ത്. മറ്റേ 70-75% ഇപ്പോഴും ഒരു കാര്യം ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് എന്നോ വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കായിരുന്നു. ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുണ്ടേരികളും അവിടെ ഇവിടെ എല്ലാം പോയി ബുദ്ധിമുട്ടാണ്. ഇവര് ടൗൺഷിപ്പ് ഒരു എത്രയോ എസ്റ്റേറ്റുകൾ സർക്കാർ ഭൂമിയായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏറ്റെടുക്കത്ത് കൊടുക്കാനേ ഉള്ളൂ അവർക്ക്. എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ എന്തായാലും ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും കോടതി വിധി വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അത് ഇപ്പം തന്നെ സർക്കാർ അത് ആദ്യം ചെയ്യേണ്ട കാര്യം, കോടതിയെ കാത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ആദ്യം തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് രണ്ടാമത് കോടതി വിധി ഇങ്ങനെ വരാൻ കാരണം. സർക്കാരിൻ്റെ അടുത്ത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. യൂട്യൂബിൽ സ്ഥിരമായി പ്രതികരണം അറിയിക്കുന്ന പ്രേക്ഷകരുണ്ട്. അതിലൊരു പ്രേക്ഷകയാണ് സുജാത. സുജാത എഴുതുന്നു, വയനാട്ടിൽ നഷ്ടമായത് ഇനി പഴയതുപോലെ കിട്ടില്ല, എന്നാലും ജീവിച്ചേ ആകൂ, എല്ലാവർക്കും നല്ലത് വരട്ടെ. സുജാത,
നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. നഷ്ടപ്പെട്ടതൊന്നും തന്നെ തിരിച്ചു കിട്ടില്ല. കാരണം അത്രയും വിലയേറിയ ജീവനുകളാണ് നഷ്ടപ്പെട്ടുള്ളത്, ഉറ്റവരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരുടെ സൗഭാഗ്യങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതൊന്നും തിരിച്ചു കിട്ടുകയോ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ആശ്വാസകരമായി അവർക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണ അവർ അർഹിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇതുമായി ചേർന്ന് നിൽക്കാത്ത മറ്റൊരു വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ശിക്ഷ കൊടുക്കേണ്ട, എല്ലാവരും പിച്ചച്ചട്ടയിൽ കൈയിട്ട് വാരുന്നു എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ നേരത്തെ കണ്ടു. ജോസ്വിൻ ജോസഫിൻ്റെതാണ് ആ കമൻറ്റ്. ജോസ്വിൻ, ശരിയാണ്. ക്ഷേമ പെൻഷൻ തട്ടിയ ആളുകൾ അർഹമായ രീതിയിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കണം. അവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശിക്ഷ എന്താണ് എന്ന കാര്യത്തിലുമുള്ള തീരുമാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. റീന സതീശൻ പറയുന്നു, വയനാടൻ ജനതയുടെ ദുഃഖവും ദുരിതവും അകറ്റാൻ സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ പുത്തുമല ജനതയെ കൂടി പരിഗണന. അവിടെയും ഇന്നും സഹായം കിട്ടാത്തവരുണ്ട് സർ. ശരിയാണ്, പുത്തുമലയിൽ സഹായം കിട്ടാത്തവരുണ്ട്, കിട്ടിയ സഹായം മതിയാകാത്തവരുണ്ട്. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തന്നെ അർഹമായ രീതിയിൽ പരിഗണന ലഭിക്കേണ്ടവരാണ്. ആ കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന അഭിപ്രായത്തിൽ ഞാൻ റീനയ്ക്കൊപ്പം നിൽക്കുന്നു. നമുക്ക് മറ്റ് വാർത്തകളിലേക്കാണ് ഇനി പോകാനുള്ളത്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ എപ്പോഴും കേരളത്തിൽ എല്ലാ കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മെഡിക്കൽ കോളേജിലെ സൗകര്യമില്ലായ്മ, ഡോക്ടർമാരിൽ ചിലരുടെ ഭാഗത്തുണ്ടാകുന്ന ഇടപെടലുകളിലെ വീഴ്ചകൾ, ഗുരുതരമായ പിഴവുകൾ, ഇതൊക്കെ പല കാലങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം വീഴ്ചകൾക്കും പിഴവുകൾക്കും ഒക്കെ സാധാരണക്കാരായ രോഗികൾ ഇരയാക്കപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി നിലകൊള്ളണം എന്ന കാര്യത്തിൽ ഒരു പൊതു മനസാക്ഷിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. സമാനമായ രീതിയിൽ വീണ്ടും ചില വാർത്തകൾ വരുന്നു. നമ്മുടെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ വീണ്ടും ഉഴച്ചു നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയിലെ വീഴ്ചയും അനാസ്ഥയും അറുതിയില്ലെന്ന് തെളിയിക്കുന്നു ഓരോ ദിവസവും വരുന്ന സംഭവങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇനി ഈ വിവരം. ആവശ്യത്തിന് മരുന്നുകളില്ല, ഉപകരണങ്ങളില്ല. അതുകൊണ്ട് ദുരിതത്തിലാവുകയാണ് രോഗികൾ. സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികളും ബന്ധുക്കളും. സർജിക്കൽ ബ്ലേഡും ബ്ലഡ് ബോട്ടിലും ഉൾപ്പെടെ ഇല്ലാതായിട്ട് ആഴ്ചകളായി. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ ഈ പിഴവുകൾ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്? സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളില്ല, ഒപ്പം വിവിധ മരുന്നുകളും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ ദുരിതത്തിലാണ്. ഗ്ലാസ് സ്ലൈഡ്, ബ്ലഡ് ബോട്ടിൽ, സർജിക്കൽ ബ്ലേഡ് തുടങ്ങി വിവിധ ഉപകരണങ്ങൾ തീർന്നിട്ട് നാളുകൾ ഏറെയായി. എല്ലാം പുറത്തേക്ക് എഴുതുകയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ട്രിലോക്സ് ഓയിൻമെന്റ് തുടങ്ങിയ മരുന്നുകളും ഇല്ല. ഇവയ്ക്കും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുകയാണ് രോഗികൾ. അടിയന്തരമായി ലഭ്യമാകേണ്ട മരുന്നിനായി വിവിധയിടങ്ങളിൽ ഓടി നടക്കുകയാണ് മേപ്പയൂർ സ്വദേശിനിയായ MK ഷീബ. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കവർ തിരിയുമ്പോൾ എൻ്റെ കൈക്ക് ഒരു നീഡിൽ കുത്തിപ്പോയി. അതേത് വീട്ടിൽ നിന്ന് എടുത്തെന്ന് നമുക്കറിയില്ല. അപ്പോൾ പല ആൾക്കാർ ഉപയോഗിച്ച നീഡിലാണല്ലോ. അപ്പം ഞാൻ കൈക്ക് കുത്തിയപ്പോൾ തന്നെ ബ്ലഡ് വന്നപ്പോൾ അത് ഞെക്കിപ്പൊക്കി നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകി. അപ്പോൾ അടുത്തുള്ള പാലിയേറ്റീവിലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് മെഡിസിൻ ഉള്ളതെന്ന് പറഞ്ഞിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച്. അപ്പോൾ അവിടെ ചെന്നേരം പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, അവൈലബിൾ അല്ല, കോഴിക്കോടേക്ക് എഴുത്തുകയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കോളേജിൽ വന്ന് കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഹെപ്പറ്റൈറ്റീസിൻ്റെ കുത്തിവെപ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ 2 മണിക്കൂറോളം നിന്നേരം പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, OP വരണം എന്ന് പറഞ്ഞു. OP വന്ന് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നത് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, മരുന്നില്ല, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാരുണ്യയിലും ഇവിടെ അല്ലാത്ത പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും അവൈലബിൾ അല്ല. കാരുണ്യയിൽ മെഡിസിൻ ഉണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യണോ തരുന്നില്ല. DMOൻ്റെ ലെറ്റർ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഈ വാക്സിൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കുകയും വേണം. ഇപ്പോൾ 2 മണിക്കൂറിൽ എടുക്കണം എന്ന് പറഞ്ഞ സംഭവമാണ്. രാവിലെ ആയപ്പോൾ എടുക്കാൻ പറ്റിയില്ല, ഇത്രയും സമയമായിട്ടും എടുക്കാൻ പറ്റില്ല. ഈ വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പല ആൾക്കാരും കുത്തിവെച്ച സിറിഞ്ച് ആയതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. രക്തം പരിശോധിക്കാൻ റെഡ് ക്യാബ്ഡ് ട്യൂബും ഇല്ല. ഒരു മാസം കുറഞ്ഞത് 1000 ട്യൂബെങ്കിലും വേണ്ടയിടത്ത് ലഭിക്കുന്നത് വെറും 300 എണ്ണം മാത്രം. ആദ്യ ആഴ്ചകളിൽ തന്നെ ഇവ തീരും, പിന്നീടെല്ലാം പുറത്തുനിന്ന് വാങ്ങണം. ലാബിൽ ഞാൻ ഇന്നിപ്പം സ്കിന്നിൻ്റെ ലാബ് പോയ സമയത്ത് ഈ റെഡ് ബ്ലഡ് ബോട്ടിൽ എന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അതേമാതിരി സർജിക്കൽ ഓരോ സാധനം പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവരെ കൈമേൽ സാധനം എത്തുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് പോയി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇത് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ട് അവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ
വളരെ വിഷമമുള്ള കാര്യമാണ്. ഒരാൾ പോലും സഹായിക്കാനില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോയിട്ട് സാധനം വാങ്ങിയിട്ട് മേലയിൽ കയറിയിട്ട് കൊടുക്കണം. ആ അവസ്ഥ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്റ്റോക്ക് തീർന്നെന്നും ഉപകരണങ്ങളും മരുന്നുകളും വന്നിട്ട് വേണം എന്നും പറഞ്ഞ് കൈയൊഴുകിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് രോഗികളും ബന്ധുക്കളും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല. നമുക്കറിയാം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം എന്നത് പരിപാവനതയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു തർക്കവും നിങ്ങൾക്കാർക്കും ഉണ്ടാകാൻ ഇടയില്ല. ചികിത്സ എന്നത് സത്യത്തിൽ സർക്കാർ സൗജന്യമായി നമുക്ക് നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് സർക്കാർ ആശുപത്രികളിൽ വേറിട്ട് നിൽക്കുന്ന നല്ല വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ, അവരുടെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായ ഡോക്ടർമാർ അവിടെ ഉണ്ടാകുന്നു. ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ അവിടെ ഉണ്ടാകണം. സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് ഉറപ്പാക്കണം. അതൊക്കെയാണ് ആരോഗ്യ രംഗത്ത് കേരളത്തിനുണ്ടാകേണ്ട മാറ്റം. സാക്ഷരതയ്ക്കൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും ലോകത്തെമ്പാടും വലിയ അഭിമാനത്തോടു കൂടി നമ്മൾ ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ പരിമിതികൾ, അതല്ലെങ്കിൽ അതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശോഷണം എന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഈ രോഗികളൊക്കെ പറഞ്ഞത് അടിസ്ഥാനപരമായി ആവശ്യമുള്ള കാര്യങ്ങൾ പോലും, ഒരു സർജറിക്ക് ആവശ്യമായ കാര്യങ്ങൾ, സർജിക്കൽ ബ്ലേഡ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന സംവിധാനമാണ് അവിടെ ഉള്ളതെന്നാണ്. ഒരുപക്ഷെ കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ, അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഫലപ്രദമായ ഒരു അതിന് തീരുമാനമുണ്ടാക്കുമെന്ന് നമുക്ക് കരുതാം. ഈ വിവരങ്ങളും ഈ വാർത്തകളും ഒക്കെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുമാണ്. ചില പ്രതികരണങ്ങൾ പെട്ടെന്ന് നോക്കാം. എങ്ങനെ ആശുപത്രിയിൽ മരുന്നുണ്ടാകും? അത് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, എന്നാലല്ലേ മരുന്ന് അവർ കൊടുക്കൂ എന്നാണ് രവികുമാർ PV പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് രവികുമാർ, താങ്കൾ പറഞ്ഞതിൽ വലിയൊരളവിൽ കാര്യമുണ്ട്. ബിനു ചോദിക്കുന്നു, ആരോഗ്യമന്ത്രി ആരാ കേരളത്തിൽ? ബിനു, അതിലൊരു പരിഹാസമുണ്ട്. ശ്രീമതി വീണ ജോർജ് അങ്ങനെ ഒരു മോശം ആരോഗ്യമന്ത്രിയാണെന്ന അഭിപ്രായം എനിക്കില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം പിഴവുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം. റീന സതീശൻ, 2 മണിക്കൂറിൽ എടുക്കേണ്ട വാക്സിൻ പിറ്റേ ദിവസം എടുത്തിട്ട് പിന്നെ എന്താണ് കാര്യം? ഇത്തരം വിഷയങ്ങളൊന്നും ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കുന്നില്ലേ? ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത്തരം പിഴവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ് റീന. അത് നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവരുടെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അതല്ലെങ്കിൽ തുടരെ വാർത്ത കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയാൻ വേണ്ടിയുള്ള നിതാന്തമായ ശ്രമത്തിൽ ഞങ്ങളുണ്ടാകും. അടിയന്തരമായി ലഭിക്കേണ്ട മരുന്നുകൾ പോലും ഇല്ലാതെ രോഗികൾ വലയുന്നു എന്നത് നമ്മൾ കണ്ടല്ലോ. സ്റ്റോക്ക് തീർന്നു എന്ന ഒറ്റ വരിയിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അധികൃതർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തുടർന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ഇടപെടുന്നില്ല എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ ചില പ്രതികരണങ്ങൾ കാണാം. ആളുകൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? പ്രതികരണങ്ങളിലേക്ക്. കുറച്ച് മരുന്ന് കിട്ടി, അപ്പം ഇനി ഒരു മരുന്ന് പുറത്ത് പോയിട്ട് വാങ്ങണം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ കാണേണ്ട ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നു. സമയവും ഇതൊക്കെ വേസ്റ്റ്. അവിടെ ഉള്ളിലൊരു മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ 2 മരുന്ന് കിട്ടിയത്. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങണം. 3 മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിലാണ് എല്ലാ മരുന്നും കിട്ടുക. അതും ചിലതൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് ലാസ്റ്റ് സീലടിച്ചിട്ട് പുറത്തേക്കാണ് എഴുതി തരിക. അവിടെ നിന്ന് വാങ്ങിക്കോളാൻ പറയും. ഒറ്റൊരു മരുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുക. അത്രയും നമ്മൾ ക്യൂ നിന്ന് ക്യൂ നിൽക്കണം. അതാണ് ഏറ്റവും. എല്ലായിടത്തും പോയി ഓടി നടക്കണം. എന്നിട്ട് ലാസ്റ്റ് എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പറയും ഇല്ലയെന്ന് പറയും. പിന്നെ പുറത്തേക്ക് നമ്മൾ പോകണം. ഭയങ്കര വലിയ എടുക്കാറ് തന്നെ. ആരോഗ്യമന്ത്രിയെ വിമർശിക്കുന്ന ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ജോസ്വിൻ ജോസഫിൻ്റെതായി SK ബേക്കേഴ്സ് പറയുന്നു, ഈ കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാകണം. ആരോഗ്യമന്ത്രിക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. അത് നമുക്ക് നിർവഹിക്കാം. അതോടൊപ്പം തന്നെ ഈ രോഗികളൊക്കെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്യാസന്ന നിലയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ, അവരോട് കൂട്ടിരിപ്പുകാർക്ക് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ആ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പറ്റുന്നില്ല. അവർക്ക് പുറത്തേക്ക് അത് എഴുതി കൊടുക്കുന്നു. പുറത്തുപോയി വലിയ തുക കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നത് സാധാരണക്കാരായി, അതായത് നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. അത്തരം സർക്കാർ ആശുപത്രികളിൽ ഇത്തരം പിഴവുകൾ, നോട്ടപ്പിശകുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യം തിരുത്തേണ്ടതാണ്. അതിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ തുടരെ ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക്
മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പോകാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന വാർത്ത തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ജീവിച്ചിരിക്കുന്ന ഇരയാണ് താനെന്ന് ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഹർഷീന ഒരു വലിയ നിയമ പോരാട്ടത്തിൽ നീതിക്ക് വേണ്ടി നിന്ന ആളാണ്. ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന പരാതി ഹർഷീനയ്ക്ക് ഇപ്പോഴുമുണ്ട്. ആരോഗ്യമന്ത്രി കൂടെയുണ്ട് എന്ന് പറയുകയല്ലാതെ പ്രഖ്യാപിച്ച ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് ഹർഷീന 24-നോട് പറയുന്നത്. ഹർഷീനയുടെ ഈ പ്രതികരണം ഇപ്പോൾ വരുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് വരുന്നിട്ടുള്ള ചില പരിമിതികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹർഷീനയുടെ ഇപ്പോഴത്തെ പ്രതികരണം നമ്മൾ തേടിയത്. നമുക്ക് ആ പ്രതികരണം കാണാം. ചികിത്സാപ്പിഴവിൻ്റെ ജീവിക്കുന്ന ഒരു ഇരയാണ്. 7 വർഷത്തോളമായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് നമ്മൾ എന്താ പറയുക, ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. നീതി ഇന്ന് അകലെയാണ്. 5 വർഷം വയറിൽ കയറി നടന്ന കത്രിക 5 വർഷത്തിന് ശേഷം വയറ്റിനെടുത്തു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ തെളിവ് സഹിതം എല്ലാ രൂപത്തിലും പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയിട്ട് പോലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേസ് കോടതിയിലാണെങ്കിലും ഗവൺമെൻറ്റിന് സ്വീകരിക്കാവുന്ന ഒരുപാട് നടപടികളുണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് ഒരു നീതിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഹർഷീനയ്ക്കും പറയാനുള്ളത് നീതി നിഷേധിക്കപ്പെട്ടു എന്ന കാര്യം തന്നെയാണ്. ശശി കോക്കൽ പറയുന്നു, കേരളത്തിൽ എത്രയോ ആശുപത്രികൾ നല്ല രീതിയിൽ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നും കാണാനും കാണിക്കാനും നേരമില്ലേ? നിങ്ങൾ കാണിക്കുകയുമില്ല. ശശി, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ സംവിധാനങ്ങൾ ഏത് സംവിധാനമാണെങ്കിലും അത് കൃത്യമായി നടത്തുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എടുത്തു കാണിക്കേണ്ട കാര്യമില്ല. അതൊരു പബ്ലിക് റിലേഷൻസ് വകുപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തുവെന്ന് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അവർ അധികാരത്തിലിരിക്കുക, ആ സർക്കാർ ഈ ജനതയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. മര്യാദയ്ക്ക് നടക്കണം സർക്കാർ സംവിധാനങ്ങൾ, അതിലൊരു അത്ഭുതമൊന്നുമില്ല. അത് നടക്കാതെ വരുമ്പോഴാണ് അത് വാർത്തയാകുന്നതും അത് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതും. ശശിക്ക് ഞാൻ പറഞ്ഞത് ഒരു ട്രൂ സ്പിരിറ്റിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ആരിഫ് എം പറയുന്നു, പാവങ്ങൾ ഏറ്റവും വലിയ ആശാകേന്ദ്രം മെഡിക്കൽ കോളേജാണ്. മിക്ക മെഡിസിൻസും ഇല്ല എന്ന് പറയുന്നത് എന്തൊരു ആഭാസമാണ്. മന്ത്രി എല്ലാ നിലയ്ക്കും അന്വേഷണം നടത്തി പരിഹാരം കാണണം എന്ന് തന്നെയാണ് ആരിഫ് ഞങ്ങളുടെയും അഭിപ്രായം. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം വാർത്തയായി കൊടുക്കുന്നത്. ജോബ് മത്തായി പറയുന്നു, കഴിവില്ലാത്ത ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന്. ജോബ് മത്തായി, ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ശ്രീമതി വീണ ജോർജിനെ കുറിച്ചില്ല. ഇത്തരം കാര്യങ്ങൾ ഏത് മന്ത്രിയാണെങ്കിലും വകുപ്പുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. ജോസ്മിൻ ജോസ് പറയുന്നു, മെഡിക്കൽ കോളേജുകളിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഒരു PT ഉഷയെ ബൈസ്റ്റാൻഡറാക്കി നിർത്തേണ്ടി ഒരു ഓട്ടം മരുന്ന് വാങ്ങാൻ. ജോമിൻ, ഇതിനകത്തൊരു ആക്ഷേപഹാസ്യമുണ്ട്. ഓട്ടം തന്നെ ഓട്ടം, അങ്ങനെ ഓടി തളരുന്ന, പൈസ നഷ്ടപ്പെടുന്ന ആളുകളുടെ വേദനയാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് കരുതാം. ജോമിൻ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. എറണാകുളം കാലടിയിൽ പച്ചക്കറി വ്യാപാരിയുടെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം 20 ലക്ഷം രൂപ കവർന്നു. VKD ഗ്രൂപ്പ് മാനേജർ തങ്കച്ചനാണ് പരിക്കേറ്റിരിക്കുന്നത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ശ്യാംകുമാർ, ഞങ്ങളുടെ പ്രതിനിധി, പുതിയ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഈ കാലടിയിൽ പച്ചക്കറി വ്യാപാരിയുടെ മാനേജരെ കുത്തി പരിക്കേൽപ്പിച്ച് 20 ലക്ഷം കവർന്നു എന്നതാണല്ലോ സംഭവം. എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇന്ന് വൈകുന്നേരം 4:30ഓടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. കാലടി ചെങ്ങലിൽ ബൈക്കിൽ വരികയായിരുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആളെ മറ്റൊരു ബൈക്കിലെത്തിയ 2 അംഗ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തിയ ശേഷം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വയറിനാണ് 3 കുത്തേറ്റിരിക്കുന്നത്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കവർന്ന് കടക്കുകയായിരുന്നു. ഈ ബാഗിലാണ് 20 ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. കൃത്യമായി എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തിട്ടപ്പെടുത്തിയിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ തങ്കച്ചനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവം പറഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരാണ് തങ്കച്ചനെ കൊണ്ടുപോയത്. പണവുമായി തങ്കച്ചൻ വരുന്നുവെന്ന് കൃത്യമായ വിവരമുള്ള ആളുകളാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക സൂചന. കാലടിയിലുള്ള VKD എന്ന ഹോൾസെയിൽ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലെ മാനേജറാണ് തങ്കച്ചൻ. നമുക്ക് ബോൺ നത്താലെ, മേരി ക്രിസ്മസിലേക്ക് പോകാം. തൃശൂർ നഗരം കീഴടക്കിയ സാന്താക്ലോസുമാർ ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ പുരോഗമിക്കുകയാണ്. നഗരവീഥികളിൽ ചുവപ്പ് പടർത്തി പാപ്പാമാരും സംഘം ആടിയും പാടിയും തിമിർക്കുന്നു. ബോൺ നത്താലെ എന്ന് പറഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ വാക്കാണ്. മേരി ക്രിസ്മസ് എന്നാണ് അതിന്റെ അർത്ഥം. സൂരജ് സജീവ്, നിഖിൽ പ്രമേഷൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, നിഖിൽ, ഇത് കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് ബോൺ നത്താലയിൽ പാപ്പാനുമാർ അവർ നൃത്തം വയ്ക്കുന്ന കാഴ്ച. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? സൂരജ്.
ഗോപികൃഷ്ണൻ, ഈ രാത്രി കൂടി ആയതോടുകൂടി ഇതിന്റെ സൗന്ദര്യം അത് ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യേക ലൈറ്റുകൾ അടക്കം, അതായത് ദീപാലങ്കൃതമായിക്കൊണ്ടാണ് നിലവിൽ ഈ ബോൺനത്താല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ശോഭ അത് വീണ്ടും വർദ്ധിക്കുന്നു. പകൽ സമയത്ത് നമ്മൾ കണ്ടത് ഈ പാപ്പാമാർ ചുവന്ന വസ്ത്രം ധരിച്ചിറങ്ങിയ പാപ്പാമാരുടെ ഭംഗിയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ രാത്രി സമയം കൂടി ആയതോടുകൂടി ലൈറ്റുകളും മറ്റും വന്ന് വളരെയേറെ മനോഹരമായി പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മളൊക്കെ കുറച്ച് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ഇത്തവണ എങ്ങനെയുണ്ട്? എത്രത്തോളം വ്യത്യസ്തമാണ്? വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ ബോൺനത്താല സമൂഹത്തിലെ ജനങ്ങളുടെ നെഞ്ചിലേറ്റിക്കൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ എല്ലാ ജനങ്ങളും ഇത് നെഞ്ചിലെടുത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്ന ഈ വമ്പിച്ച ജനാവലി തന്നെ ഈ ബോൺനത്താലയുടെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ആൻഡ്രൂസ് പിതാവിനും എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും വളരെയധികം കൺഗ്രാജുലേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ബോൺനത്താലയുടെ ഈ സംരംഭത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും അത് തന്നെയാണ്, വലിയ ജനക്കൂട്ടം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഗോപികൃഷ്ണൻ, പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം നൂറുകണക്കിന് ആളുകൾ, അതായത് ഒരു തൃശ്ശൂർ പൂരവും പുലിക്കളിയൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണോ ജനാരവം, അത് കണക്കിനുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഷൊർണൂർ റോഡിലേക്ക് മാറിയാണ്. ഷൊർണൂർ റോഡിനപ്പുറമാണ്. ഇവിടെ എല്ലാം തന്നെ വലിയ തിരക്ക്, വലിയ ആൾക്കൂട്ടമുണ്ട്. അതിനപ്പുറത്തേക്ക് 15,000-ലധികം വരുന്ന പാപ്പാമാർ അവർ അണിനിരന്നുകൊണ്ട് അവർ ചുവട് വെച്ചുകൊണ്ട് വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഓരോ പോയിന്റിലും, അതായത് ഇവിടെ സംഘാടകരടക്കം പറയുന്നുണ്ട്, ക്രമാതീതമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഘാടകരടക്കം ചൂണ്ടിക്കാണിക്കുന്ന. അത്രമാത്രം ജനത്തിരക്കേറുന്നു. ഇപ്പോഴും ഈ 15,000-ലധികം വരുന്ന പാപ്പാമാർക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വീൽ ചെയറിലൊക്കെ എത്തിയിരിക്കുന്നു. ശരി സൂരജ്, നമുക്ക് നിഖിൽ പ്രമേഷ് കൂടിയുണ്ട്. നിഖിൽ, ബോൺനത്താലെ എന്ന് പറഞ്ഞാൽ മേരി ക്രിസ്മസ് എന്നാണല്ലോ. 2013 ഈ ഒരു ആശയം പ്രാവർത്തികമാക്കുന്നത്. ഇപ്പോൾ അതൊരു വലിയ ആഘോഷവും ഉത്സവമായി മാറിയിരിക്കുന്നു. നിഖിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ആടിയും പാടിയും ഒക്കെ 24-ൽ അവരുടെ ആവേശം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തൊക്കെയാണ് നിഖിൽ പുതിയ വിവരങ്ങൾ? ഗോപി, ബോൺനത്താലെ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്, ഈ 12ാം എഡിഷൻ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. എത്രയെത്ര ആവേശത്തിലാണ് കുട്ടികളും അതോടൊപ്പം തന്നെ അതിന്റെ സംഘാടകരും ഒക്കെ ഇതിനെ ആഘോഷമാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു നിശ്ചല ദൃശ്യം. ഇത് ഓരോരോ സംഘടനകൾ, ഇതിപ്പോ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ടീമാണല്ലേ, അടിപൊളിയായിട്ട്. നമ്മൾ വടക്കാഞ്ചേരിക്കാർ മാത്രമല്ല, തൃശ്ശൂരാണ് പൊളിക്കും, യാതൊരു സംശയമില്ല. ഗംഭീരമായിട്ട് എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു ടാബ്ലോ ആണ് നമ്മൾ കണ്ടത്. ഗംഭീര റിഹേഴ്സലിന് ശേഷം വന്നിട്ടുള്ളവരാ, അവർ പൊളിക്കവര്. വടക്കഞ്ചേരിയുടെ ടീം നല്ല പൊളിയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ മുന്നിൽ തന്നെ വളരെ മനോഹരമായി ഇങ്ങനെ ഒരു നിര അങ്ങ് അണിനിരന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ പുറകിലേക്കൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഡാൻസിങ് പാപ്പാമാരെന്നാണ് പറയുന്നത്. ചുമ്മാ നടന്നു പോകുന്ന പാപ്പഞ്ഞിമാരല്ല, ഡാൻസിങ് പാപ്പഞ്ഞിമാരാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്ത് അവരിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വരാജ് വീതി ആകെ ഒരു ചുവന്ന കടലാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ആവേശം തീർത്തുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം മുതൽ ഏതാണ്ട് 3 മണി മുതൽ ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകളാണ്. അവരിപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ തുടരുന്ന കാഴ്ചയാണ്. സ്വരാജ് റൗണ്ടിന്റെ ഇരുഭാഗങ്ങളിലും ഇങ്ങനെ അണിനിരക്കുന്ന കാഴ്ചയാണ്. ഞാൻ ചിന്തിക്കുന്നത് തൃശ്ശൂർക്കാർ എന്തോരം വൈവിധ്യം നിറഞ്ഞ സാംസ്കാരികമായിട്ടുള്ള ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളാണെന്നൊന്ന് ഓർത്തു നോക്കൂ. കാരണം പുലിക്കളിയാണെങ്കിലും ഇങ്ങനെ, പൂരമാണെങ്കിലും ഇങ്ങനെ, എന്തെന്ത് ആഘോഷം തൃശ്ശൂരിൽ നടക്കുമ്പോഴും ആ ആഘോഷങ്ങളെയൊക്കെ അവർ സ്വീകരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതൊരു സവിശേഷമായിട്ടുള്ള ഒരു കാഴ്ചയായി അനുഭവപ്പെടുന്നു. ഇതാ ഒരു പുറകിൽ ബട്ടർഫ്ലൈ കണക്കെയുള്ള ഒരു ശരി, നമുക്ക് ഈ കണ്ണിന് ഏറ്റവും ആനന്ദകരമായ കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. റീന സതീശൻ പറയുന്നത് അടിപൊളിയാണല്ലോ ബോൺനത്താലെ, ഇങ്ങനെ ഒരു ആഘോഷമുണ്ടോ തൃശ്ശൂരിൽ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. സൂപ്പർ റീന, വളരെ സൂപ്പറാണ്. റീന ഇത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ 2013 ഇത് തുടങ്ങിയിട്ടുണ്ട്. ഈ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ധാരാളം ബോൺനത്താലയുടെ ഈ ദൃശ്യങ്ങൾ ഇതിന് മുൻപും ഞങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റീന ഇനിയും ഇത്തരം ബോൺനത്താലയിലെ ദൃശ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊടുവള്ളിയിൽ ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ ഇടിച്ചതിനെ തുടർന്നായിരുന്നു സ്കൂട്ടർ യാത്രക്കാരൻ റോഡിലേക്ക് വീണത്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മിഥില, രക്ഷപ്പെട്ടു എന്നത് ആശ്വാസം തരുന്ന വാർത്തയാണ്. പക്ഷേ അപകടമുണ്ടായത് എങ്ങനെ? വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഗോപികൃഷ്ണൻ, ഇന്ന് വൈകിട്ടാണ് ഈ ഒരു അപകടമുണ്ടായത്. കൊടുവള്ളിയിലാണ്. കുന്നമംഗലത്തു നിന്നും കൊടുവള്ളി ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സ്കൂട്ടർ യാത്രികൻ. അദ്ദേഹം കൊടുവള്ളി ഫെഡറൽ ബാങ്കിന് സമീപത്ത് വെച്ച് എതിർദിശയിലേക്ക് പോകുന്നതിനായി നടുറോഡിൽ ഈ ഒരു സ്കൂട്ടർ നിർത്തി. തൊട്ടു പിന്നാലെ എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം റോഡിലേക്ക് തെറിച്ചു വീണു എന്ന് പറയുമ്പോൾ തെറിച്ചു വീണത് ലോറിക്ക് മുന്നിലേക്കാണ്. ഈ ലോറിയുടെ അടിയിലേക്ക് പെടാതെ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ലോറി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഈ ലോറിക്കടിയിലേക്ക് പെടാതെ രക്ഷപ്പെട്ടത്. വലിയൊരു അപകടം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. ഈ പരിക്കേറ്റ കൊടുവള്ളി സ്വദേശി വിധിലാജിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വൈകിട്ടായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. ഗോപികൃഷ്ണൻ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സ്കൂട്ടർ യാത്രികൻ ഒറ്റയടിക്ക് റൈറ്റിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് പുറകിൽ നിന്ന കാർ ഇടിച്ചിട്ടത്. ഏതായാലും സമയോചിതമായ അവസരോചിതമായ ആ ലോറി ഡ്രൈവർ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം റോഡിലെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നതാണ്. ഞങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണുന്നതാണ് ആളുകൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു കൂടെ വരുന്നു. കാൽനട യാത്രക്കാരോട് നമുക്ക് ഒരു മര്യാദയുമില്ല. സീബ്ര ക്രോസിങ്ങിലൂടെ ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലും ഹോൺ അടിച്ച് പറപ്പിച്ച് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അല്പം മര്യാദ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അപകടങ്ങൾ ഒഴിവാക്കാൻ ആദ്യം പ്രാഥമികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. കാഴ്ചയുടെ വസന്തം ഒരുക്കി ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. മൺമറഞ്ഞ സാഹിത്യകാരൻ MT വാസുദേവൻ നായരെ ഫെസ്റ്റിൽ അനുസ്മരിച്ചു. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ശാന്തിഗിരിയിൽ പ്രവേശനം സൗജന്യമാണ്. ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി OV വിജയൻ സ്ക്വയറിലാണ് MT അനുസ്മരണം സംഘടിപ്പിച്ചത്. മലയാള സാഹിത്യത്തെ സൂര്യഭാസുരമാക്കിയ മഹാപ്രതിഭ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മായാത്ത മുദ്ര ചാർത്തിക്കൊണ്ട് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് ഈ ആശ്രമത്തിന് വളരെ അഗാധമായ ബന്ധമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാനായ സാഹിത്യകാരനായ ശ്രീ OV വിജയൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട വിജയൻ സ്മൃതിവേദിയിലാണ്. ഈ രണ്ട് സാഹിത്യകാരന്മാർ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നത് വലിയ കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് ഈ കാര്യം ചെയ്യുവാൻ കഴിയുന്നതിൽ. പുതുവത്സര ദിനത്തിൽ പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട് ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 12 മണി വരെ നിലനിൽക്കുന്ന കലാപരിപാടികൾ വിവിധ വേദികളിലായിട്ട് ഇവിടെ അരങ്ങേറും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ജനുവരി 1 വരെ ഫെസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി ഫെസ്റ്റിനെത്തുന്നവർക്കാണ് സൗജന്യം. ഫ്ലവർ ഷോയും സ്നോ ഹൗസും പിന്നെ ഫ്ലവേഴ്സിന്റെ സ്വന്തം കുട്ടേട്ടനെയും കാണാൻ നിരവധി പേരാണ് ഫെസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്നത്. 24 തിരുവനന്തപുരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു.